സെന്ററിൽ ഹനാൻസിന്റെ പരിപാടി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ കുറെ പോലീസുകാരുണ്ടപ്പോ നമ്മൾ നിർത്തി നോക്കിയാട്ടാ. അപ്പൊ ഉണ്ട് അവിടെ കുറെ പാർട്ടിക്കാരൊന്നുണ്ടോ, CJP അങ്ങനെ എന്തോ ഒരു പാർട്ടിയാണ്. ഓല് ഇന്ത്യയില് കുറെ കാലമായിട്ടുണ്ട്, കേരളത്തിക്ക് ഈ കൊല്ലം വന്നുകൊണ്ട്. അപ്പൊ ഓലൊരു 10 ആൾ വന്നിട്ട് ഈ പരിപാടി മൊത്തം തടയുന്ന പറയുന്നത്. കാരണം അനധികൃതമായിട്ടാണ് ഈ ട്രേഡ് സെന്റർ ഉണ്ടാക്കിയത്, ഇത് മൊത്തം ഞങ്ങൾ ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിക്കാണ്. അപ്പൊ ഇത്രയും പോലീസും ഉണ്ട്. എന്തായാലും പരിപാടി നടന്ന ഒന്നല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ പരിപാടി മൊത്തം ഞങ്ങള് നിർത്തിവെക്കുന്നൊക്കെ കേട്ടോ പറയുന്നത്. ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ബാനറൊക്കെ കൊടുന്നാണ്. ഇങ്ങോട്ട് വരുന്ന എല്ലാ വണ്ടികളും തടഞ്ഞിട്ടോ. പക്ഷെ പോലീസ് ബസ് വന്നപ്പോ അതിനോല് തടഞ്ഞില്ല. പോലീസ് ബസ് പോയി. പിന്നെ ചിലവരെ വിടുന്നുണ്ട്, ഓലിക്ക് കഴിയുന്ന 10 ആളെ കൊണ്ട് കഴിയുന്ന വണ്ടികളൊക്കെ തടയുണ്ട്. എന്തായാലും അത് അങ്ങനെ ഇങ്ങനെ ഒന്നും നടത്തൂല, അനധികൃതമായി നമ്മളെ നാട്ടിൽ വന്ന് ഉണ്ടാക്കി നമ്മളുണ്ടാക്കിയിട്ട് നിങ്ങൾ ദമ്മാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തടയാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ പോണോലെ ശ്രദ്ധിച്ചു കണ്ടു പോവാ, പരിപാടി നടക്കുക. ഈ വീഡിയോ വെളി വന്നതിന് ശേഷമുണ്ട് ഈ BJPക്കെതിരെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് യവന്മാർ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, എന്ത് പരിപാടി വന്നാലും ഇതേ കണക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നുണ്ടല്ലോ. പിന്നെ ഈ പയ്യൻ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് BJP ഇന്നലെ വന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത് ഇവനെതിരെ ഒരുപാട് പേരുണ്ട് ഈ രംഗത്ത് വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ അവർ അവിടെ പോസ്റ്റർ എടുത്ത് ഒട്ടിക്കുന്നതൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റർ യഥാർത്ഥത്തിൽ നോക്കിയപ്പോഴാണ് എന്തോ സംഭവം എന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ സരോവരം പ്രകൃതി സംരക്ഷകരായിട്ടുള്ള ആൾക്കാരാണ്. ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം മാത്രമല്ല, കഴിഞ്ഞ വട്ടം ഉള്ളത് തന്നെയാണ്. അവിടെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ട്രേഡ് സെൻറ്റർ ഉണ്ടെങ്കിൽ അനധികൃതമായിട്ട് അതോടെ തന്നെ എൻവയോൺമെൻറ്റൽ പ്രശ്നമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം ഇതേ കണക്കുണ്ടെങ്കിൽ അവർ വന്ന് ഇതേ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അത്ര വലിയ ഇഷ്യൂ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇത് ഭയങ്കര ഇഷ്യൂ ആവാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞത് അന്നാഷയുടെ ഒരു പ്രോഗ്രാം വന്നത് കൊണ്ടാണ്, അതല്ലാതെ വേറെ ഒന്നുമല്ല. ഇതറിയാതെ ആൾക്കാരുണ്ടെങ്കിൽ ഈ BJPയുടെ കൊടിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവരെന്തെങ്കിലും ചെയ്ത് അങ്ങനെ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. എൻവയോൺമെൻറ്റൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. ഒരുപാട് പേരുണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സമരമായിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. എന്തായിരുന്നാലും ശരി, ഷോ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും കുറേ ആൾക്കാർ ഇതെന്തോ സംഭവം എന്നറിയാതെ ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട്. അവർക്കൊന്നും അറിയാൻ വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്.